തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കണക്റ്റിംഗ് പാലം പൊളിച്ചു മാറ്റാൻ ഫണ്ട് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് കത്തയച്ചു എന്ന് വാർത്ത വരുന്നു. 2014-15 കാലഘട്ടത്തിൽ കോടികൾ മുടക്കിയാണ് ഈ കണക്റ്റിംഗ് പാലം നിർമ്മിച്ചത്. ഇരുമ്പ് മാത്രമുള്ള തൂണുകൾ ഉപയോഗിച്ചാണ് അന്ന് പാലം നിർമ്മിച്ചത്. ആസൂത്രണത്തിലെ പിഴവ് കാരണം കോടികൾ നഷ്ടമാകും. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. പറയൂ ജിബിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. നമുക്ക് ഈ തൊട്ടു പിന്നിലായി കാണുന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്ന് പറയുന്നത്. അവിടെ നിന്ന് തൊട്ട് അപ്പുറത്താണ് ഈ മെഡിക്കൽ കോളേജിന്റെ പഴയ കെട്ടിടം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഈ രോഗികളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ കാണുന്ന ഒരു കണക്റ്റിംഗ് ബ്രിഡ്ജ് 2014-15 കാലഘട്ടത്തിൽ നിർമ്മിച്ചത്. 2011 സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ഈ ഒരു കണക്റ്റിംഗ് ബ്രിഡ്ജ് വരികയും ചെയ്യുന്നത്. കാരണം ഈ രോഗികളെ ഡയാലിസിസിനായും മറ്റ് അത്യാവശ്യ സർജറികൾക്കായും എത്രയും വേഗം തന്നെ റോഡ് മാർഗം കൊണ്ടുവരുമെന്ന്. സാധാരണഗതിയിൽ ഇവിടെ റോഡ് മാർഗം സ്ട്രക്ചറിലും വീൽ ചെയറിലുമായിരുന്നു രോഗികളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കണക്റ്റിംഗ് ബ്രിഡ്ജ് അന്ന് നിർമ്മിക്കുകയും ചെയ്തത്. പക്ഷേ ഇതിന് പിന്നാലെ ഇപ്പോൾ ഏകദേശം ഒരു 6 മാസം മുൻപാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ കണക്റ്റിംഗ് ബ്രിഡ്ജിന് തൊട്ട് താഴെ ഒരു പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു. അതിന്റെ ഭാഗമായി ഈ കണക്റ്റിംഗ് ബ്രിഡ്ജിന്റെ ഒരു ഭാഗം അന്ന് പൊളിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആവശ്യപ്പെടുന്ന, അതായത് ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സൂപ്രണ്ടിന് നൽകിയ കത്തിൽ പറയുന്നത് ഈ കാണുന്ന കണക്റ്റിംഗ് ബ്രിഡ്ജിന് കാലപ്പഴക്കമുണ്ട്, ബലക്ഷയമുണ്ട്, അതുകൊണ്ട് ഇത് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി ഒരു ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രിൻസിപ്പൽ സൂപ്രണ്ടിന് കത്തയക്കുകയും അതിൽ പിന്നാലെയാണ് ഇപ്പോൾ സൂപ്രണ്ട് ഇത് പൊളിച്ചു മാറ്റാൻ വേണ്ടി HDSൽ നിന്ന്, ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിന്ന് 2,36,000 രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർക്ക് ഒരു കത്തയക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ ഈ ആസൂത്രണത്തിലെ പിഴവ് കൊണ്ടാണ്. കാരണം കാലാകാലങ്ങൾക്ക് മുമ്പ് ഈ ഒരു കെട്ടിടം വരുമ്പോഴും അന്ന് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നിന്ന് ഈ രോഗികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ഒരു കണക്റ്റിംഗ് ബ്രിഡ്ജ് നിർമ്മിക്കുമ്പോഴൊക്കെ തന്നെ മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ടുള്ളവർക്ക് അറിയാം ഭാവിയിൽ ഇവിടെ ഒരു ബിൽഡിംഗ് വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് അന്ന് അത്തരത്തിലൊരു കാര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചുകൊണ്ട് കൃത്യമായ ഒരു ആസൂത്രണത്തോടു കൂടി ഇത്തരത്തിലൊരു പാലം നിർമ്മിച്ചിരുന്നെങ്കിൽ ഇതിപ്പോൾ ഇവിടെ നിന്നും പൊളിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായല്ലോ. പക്ഷേ ഇതിലൂടെ നഷ്ടമാകുന്നത് കോടികളാണ്. അതുമാത്രമല്ല, ഇതിപ്പോൾ പൊളിച്ചു മാറ്റാൻ വേണ്ടി പണം ആവശ്യപ്പെട്ടിരിക്കുന്നത് HDSനോടാണ്. HDS എന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിൽ നിന്നാണ് 2,36,000 രൂപ ഇതിപ്പോൾ പൊളിച്ചു മാറ്റാൻ കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിലെ പണം എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ എത്തുന്നവർ അവിടെ ഈ 5 രൂപയും 10 രൂപയും ഒക്കെ വെച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും യൂറിൻ ടെസ്റ്റ് ചെയ്യാനും ഒക്കെ നൽകുന്ന പണമാണ് ഈ സൊസൈറ്റിയുടെ സേവിങ്സ് ആയുള്ളത്. അതിൽ നിന്നാണ് വീണ്ടും ഇത് പൊളിച്ചു മാറ്റുന്നതിനുള്ള ഒരു പണം കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആസൂത്രണത്തിൽ നിന്നുണ്ടായ ഒരു പിഴവ് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഈ ഒരു മേൽപ്പാലം ഇവിടെയുള്ള കണക്റ്റിംഗ് ബ്രിഡ്ജ് പൊളിച്ചു മാറ്റേണ്ടി പറയുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ കണക്റ്റിംഗ് ബ്രിഡ്ജിന് അപകടാവസ്ഥയിലാണെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ജില്ലാ കളക്ടർക്ക് അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണാം, അതായത് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇത് ഇരുമ്പ് തൂടാണ്. നമ്മൾ സാധാരണഗതിയിൽ റോഡിന്റെ മേൽപ്പാലമൊക്കെ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന ഇരുമ്പ് കമ്പി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ പാലത്തിന്റെ തൂണുകൾ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു ജിബിൻ JB. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ജിബിൻ നമുക്കൊപ്പം ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.